നമസ്കാര സുഹൃത്തുക്കളെ, എന്നെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഡിഗ്രി പ്രിലിംസ് 2026 ഒന്നാം ഘട്ടം കഴിഞ്ഞു. ഇനി 2 ഘട്ടങ്ങൾ ബാക്കിയുണ്ട്. ഇനിയുള്ള ഘട്ടങ്ങളിൽ പരീക്ഷയുള്ളവർ നോക്കിയിരിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മിസ്സേ ഫസ്റ്റ് സ്റ്റേജ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഹോട്ട് ടോപ്പിക്സ് ഒന്ന് പറഞ്ഞു തരാമോന്ന്. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റേജ് മാത്രമല്ല, പ്രീവിയസ് ഇയറിൽ PSC നടത്തിയിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി അനലൈസ് ചെയ്തിട്ട് കുറച്ച് ഹോട്ട് ടോപ്പിക്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോയാലോ? ഇതിന്റെ ലിസ്റ്റ്, ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ S എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ടെലഗ്രാം ചാനൽ ഞാൻ എന്തായാലും ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനലിൽ കിട്ടും. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ട ടോപ്പിക്കാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന സംഭവങ്ങൾ. അപ്പൊ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന എല്ലാ സംഭവങ്ങളും നോക്കിയിരിക്കുക. ഗാന്ധിയൻ കാലഘട്ടം പ്രത്യേകിച്ചും നന്നായിട്ട് തന്നെ നോക്കിയിരിക്കുക. രണ്ടാമത്തത് പഞ്ചവത്സര പദ്ധതികളാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് ജസ്റ്റ് ഒരു അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ പഞ്ചവത്സര പദ്ധതികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. പഞ്ചവത്സര പദ്ധതികൾ എന്തായാലും എടുത്ത് റിവിഷൻ അടിച്ചോണേ. ഇനി നദീജന്യ ഭൂരൂപങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് ജോഗ്രഫിയില് നദീജന്യ ഭൂരൂപങ്ങൾ നോക്കിയിരിക്കുക. ധരാതലീയ ഭൂപടം, ടോപ്പോഗ്രഫിക് മാപ്പ് എന്തായാലും നോക്കിയിരിക്കുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ ചോദിക്കും. കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട മിക്ക പോയിന്റ്സും പഠിക്കുക. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ റിവിഷൻ അടിക്കാനുള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ എന്നിവ. RBI ഇല്ലാത്ത ചോദ്യ പേപ്പർ ഇല്ല. RBIയുടെ സിമ്പിൾ ആയിട്ടുള്ളതും ചോദിക്കും, കുറച്ച് ടഫായിട്ടുള്ളതും ചോദിക്കും. അതുകൊണ്ട് തന്നെ RBI നന്നായിട്ട് തന്നെ നോക്കണേ. അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിക്കാൻ ഒരു 99% ചാൻസ് ഉള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ RBI ചോദിക്കും, പഞ്ചവത്സര പദ്ധതികൾ ചോദിക്കും, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന സംഭവങ്ങൾ ചോദിക്കും. അടുത്തത് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻ. കഴിഞ്ഞ പരീക്ഷയുടെ ആദ്യത്തെ ചോദ്യം, എക്കോഡിന്റെ ആദ്യത്തെ ചോദ്യം തന്നെ യൂറോപ്യന്മാരുടെ സംഭാവനയുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പൊ അതിലെ ആദ്യത്തെ പ്രസ്താവന, പോർച്ചുഗീസുകാരാണ് അച്ചടി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഡച്ചുകാർ എന്നാണ് കൊടുത്തിരുന്നത്. അതായിരുന്നു തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കിയുള്ള പ്രസ്താവനകളിൽ സംഭാവനകൾ മാത്രമല്ല ഈ യൂറോപ്യൻസുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസും പഠിക്കണം, അവരുടെ സംഭാവനകൾ, കോൺട്രിബ്യൂഷൻസും പഠിക്കണം. അടുത്ത നോക്കിയിരിക്കേണ്ടത് ഒന്നാം കേരള മന്ത്രിസഭയാണ്. ഒന്നാം കേരള മന്ത്രിസഭ, മന്ത്രിമാരും വകുപ്പുകളും ബാക്കി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നോക്കിയിരിക്കുക. മുഗൾ എംപറേഴ്സ് നോക്കിയിരിക്കുക. ഔറംഗസീബിനെ പറ്റിയല്ലേ ചോദിച്ചത്? അപ്പോൾ എല്ലാ മുഗൾ രാജാക്കന്മാരെ പറ്റിയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക. അതുപോലെ മുഗൾ ഭരണ സമയത്തെ നിർമ്മിതികളും കൂടി നോക്കിയിരിക്കുക. അത് കഴിഞ്ഞ വർഷങ്ങളിലെ പരീക്ഷകൾക്ക് ഈ മുഗൾ ഭരണകാലത്തെ നിർമ്മിതികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇതിനോട് ചേർത്ത് ഓർത്തിരിക്കും. ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുഗൾ എംപറേഴ്സ് എന്തായാലും നോക്കുക. ഗ്രീൻ റെവല്യൂഷൻ, RBIയെയും പഞ്ചവത്സര പദ്ധതികളെയും പോലെ തന്നെ ഒരു പരീക്ഷാ പേപ്പറുകളിലും PSC ഒഴിവാക്കാത്ത ടോപ്പിക്കാണ് ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം. എന്തായാലും നോക്കിയിരിക്കുക. റിമോട്ട് സെൻസിങ് നോക്കണം, വളരെ പ്രധാനപ്പെട്ടത്. റഷ്യൻ വിപ്ലവങ്ങൾ എന്തായാലും നോക്കുക. അതിൽ പ്രധാനപ്പെട്ടത് റഷ്യൻ വിപ്ലവം എന്തായാലും ഒന്ന് നോക്കുക. അപ്പൊ ഒന്നാം ഘട്ട ഡിഗ്രി പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ ആൾക്കാർ എത്ര പേരുണ്ട്? താഴെ S എന്ന് പറയാമോ? അപ്പൊ അവര് വെറുതെ ഇരിക്കരുത്, മെയിൻസിന് വേണ്ടി പ്രിപ്പറേഷൻ ആരംഭിച്ചോളാം. ഓഗസ്റ്റ്, ഒക്ടോബർ മാസങ്ങളിലായിട്ട് PSC മെയിൻസ് നടത്തുന്നു. അപ്പോ ഇനി ചുരുങ്ങിയ 2-3 മാസങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. അപ്പൊ പഠിക്കേണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങൂ. അതിനുവേണ്ടി മെയ് 18 നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഡിഗ്രി മെയിൻസിന്റെ ബാച്ച് ആരംഭിക്കുകയാണ്. കോംബോ ബാച്ച് ആണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നീ പരീക്ഷകൾക്ക് വേണ്ടി ഒറ്റൊരു ബാച്ച്, സിംഗിൾ ബാച്ച് ആണ്. ഫീസ് 2799 മാത്രമേ ഉള്ളൂ. ഫുൾ സിലബസ് കവറേജ് ഇൻക്ലൂഡിംഗ് 2 പരീക്ഷയുടെയും സ്പെഷ്യൽ ടോപ്പിക്. നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാനുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാനുണ്ട്. സ്പെഷ്യൽ ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കണം.
ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് ഈ സ്പെഷ്യൽ ടോപ്പിക്. ബാക്കി എല്ലാ ടോപ്പിക്കും ഞാൻ പഠിച്ചു, സ്പെഷ്യൽ ടോപ്പിക് എനിക്ക് അറിയത്തില്ല, അപ്പൊ അവിടെ നിങ്ങളുടെ റാങ്ക് പോവും, നിങ്ങൾ താഴോട്ട് അടിക്കും. അപ്പൊ അതൊന്നും പറ്റത്തില്ല. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. തീവ്ര പരിശീലനമാണ് നൽകാൻ പോകുന്നത്. 3999 ആയിരുന്നു ഫീസ്. അപ്പോൾ ഇപ്പോൾ ഓഫർ ഇട്ടിട്ടുണ്ട്, ലിമിറ്റഡ് പീരീഡ് ഓഫർ ആണ്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. മെയ് 18 നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നു. ഒട്ടും വൈകുന്നില്ല. പ്രിലിംസ് കഴിഞ്ഞവർ റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല. മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ആരംഭിച്ചോളാം. ലിമിറ്റഡ് സീറ്റ് 100-നകത്ത് മാത്രമേ സീറ്റ് ഇട്ടിട്ടുള്ളൂ. കാരണം ഈ കേറുന്ന കുട്ടികളെ എന്തായാലും ഉന്നത റാങ്കിൽ, ചുരുങ്ങിയ സമയം കൊണ്ട് ഉന്നത റാങ്കിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞാൻ സർക്കാർ ജോലി നേടിയെടുത്ത അതേ വഴികളിലൂടെ നിങ്ങളെയും നയിക്കാൻ പോവുകയാണ്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. അതുപോലെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വൈകാതെ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളാം. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, പ്രിലിംസ് എന്നത് ജസ്റ്റ് ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. മെയിൻസ് ആണ് യഥാർത്ഥ കടമ്പ. മെയിൻസിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ ജോലി സാധ്യത. ഓക്കെ, അപ്പൊ പ്രിലിംസ് ഞാൻ നന്നായിട്ട് എഴുതി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിലിംസിന്റെ മാർക്ക് ജസ്റ്റ് ക്വാളിഫയിങ് മാർക്ക് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ മാർക്ക് മാത്രമേ ആകുന്നുള്ളൂ. മെയിൻസിന്റെ മാർക്കാണ് കണക്കാക്കുന്നത്. മെയിൻസിന്റെ മാർക്ക് വെച്ചിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുന്നത്. അത് മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, അടുത്ത നിങ്ങൾ നോക്കിയിരിക്കേണ്ട ടോപ്പിക്കാണ് കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ. എന്തായാലും നോക്കി വെച്ചേക്കാം, ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നിസ്സഹകരണ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ പറഞ്ഞില്ലേ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം. പത്മ പുരസ്കാരം 2026 നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഞാൻ കോഡിന്റെ രൂപത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത സംഭവമാണ്. പത്മ പുരസ്കാരം 2026 ഐക്യരാഷ്ട്ര സഭ നോക്കി വെച്ചേക്കൂ. കേരളത്തിലെ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, SNDP, യോഗക്ഷേമ സഭ, സാധുജന പരിപാലന സംഘം എല്ലാം നോക്കി വെച്ചേക്കണം. കേരളത്തിലെ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനം. അടുത്ത ഹോട്ട് ടോപ്പിക് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. പ്രത്യേകിച്ച് സമരം നയിച്ച ഓരോ സ്ഥലങ്ങളിലും സമരം നയിച്ച നേതൃത്വം നൽകിയ നേതാക്കളെ കുറിച്ച് എന്തായാലും ചോദിക്കും. അടുത്ത നോക്കാം, ദേശീയ വരുമാനം. കഴിഞ്ഞ സ്റ്റേജിലും ചോദിച്ചല്ലോ, ദേശീയ വരുമാനം ഉറപ്പിച്ച ടോപ്പിക്കാണ്. നീതി ആയോഗ്, ഇന്ത്യൻ രാഷ്ട്രപതി, വിവരാവകാശ നിയമം, ഇന്ത്യൻ സുപ്രീം കോടതി, മൗലിക കർത്തവ്യങ്ങൾ, മൗലിക കടമകൾ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, വിവിധ തൊഴിൽ പദ്ധതികൾ, സ്പോർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തായാലും ചോദിക്കും. 2-3 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഫേസിൽ. അപ്പൊ എന്തായാലും സ്പോർട്സുമായി ബന്ധപ്പെട്ട് 2023 തൊട്ടുള്ളത് നോക്കി വെച്ചോളൂ കേട്ടോ. 2023, 24, 25, 26 സ്പോർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, റിവേഴ്സ് ഇൻ കേരള. റിവേഴ്സും പഠിക്കണം, അതുപോലെ ലേക്സും പഠിച്ചോളൂ കേട്ടോ. നദികളും കായലുകളും പഠിച്ചു വെച്ചോളൂ, ചോദിക്കും. പ്രധാനപ്പെട്ട ഭേദഗതികൾ നോക്കിയിരിക്കുക. കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ, കേരള കലാമണ്ഡലം, കേരള ലളിത കലാ അക്കാദമി, സംഗീത നാടക അക്കാദമി, ആ വക കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിരിക്കുക. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ പ്രസ്താവന രീതിയിൽ ചോദിക്കും. അവർക്ക് പുരസ്കാരം ലഭിച്ച വർഷങ്ങൾ ചോദിക്കും, കൃതികൾ ചോദിക്കും, ഒക്കെ പ്രധാനപ്പെട്ടതാണ്. മലയാള വർത്തമാന പത്രങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട പദങ്ങൾ, ഒളിമ്പിക്സും നോക്കുക. ലാസ്റ്റ് നടന്ന പാരീസ് ഒളിമ്പിക്സും നോക്കുക. ഫിഫ വേൾഡ് കപ്പ് 2026 വേദി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് വേദി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കണേ. അപ്പോൾ നമ്മുടെ മെയിൻസ് ബാച്ചിന്റെ കാര്യം മറക്കരുത്. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് ഈ 2 പരീക്ഷയുടെയും ബാച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി സബ് ഇൻസ്പെക്ടറിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ബാച്ച് ഉണ്ട്. സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് ബാച്ച് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അടുത്തത് സൈബർ നിയമങ്ങളും സൈബർ കുറ്റകൃത്യങ്ങളും നോക്കുക. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, വൈക്കം സത്യാഗ്രഹം, കുറിച്യ കലാപം. നേരത്തെ മുഗൾ എംപറേഴ്സിനെ കുറിച്ച് നോക്കാൻ പറഞ്ഞില്ലേ, അവിടെ ഞാൻ പറഞ്ഞതാണ്. മുഗൾ രാജവംശകാലത്തെ നിർമ്മിതികൾ നോക്കുക. കേരളത്തിലെ പ്രക്ഷോഭം, അതിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം, കുറിച്യ കലാപം എപ്പോഴും ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ഉപകരണം, ഔട്ട്പുട്ട് ഉപകരണം, മെമ്മറി ഉപകരണം, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കിയിരിക്കുക. ഓക്കെ, ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ S എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ എന്തായാലും ഇട്ട് തന്നേക്കാമേ, നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. ഭൂമിയുടെ ഘടന നോക്കണം. നികുതിയിതര വരുമാനങ്ങൾ നോക്കുക. നികുതിയിതര വരുമാനം കഴിഞ്ഞ സ്റ്റേജില് വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും ചോദിച്ചില്ലേ. പ്രശസ്തമായ വരികളും എഴുത്തുകാരും, കൃതികളും കഥാപാത്രവും, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നിസ്സഹകരണ പ്രസ്ഥാനം പോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഭരണഘടനാ നിർമ്മാണ സഭ,
ശിലകൾ, അതിന്റെ ഉദാഹരണങ്ങൾ, അതെല്ലാം നോക്കി വെച്ചേക്കണേ. ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ, RBI പഠിക്കുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങളും കൂടി ചേർത്ത് പഠിക്കുക. ഇന്ത്യൻ സിവിൽ സർവീസ്, ഓക്കെ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അടുത്തത് അടൂർ ഗോപാലകൃഷ്ണൻ, G. അരവിന്ദൻ എന്നിവരുടെ സിനിമകൾ ചോദിക്കും. പിന്നെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കറണ്ട് അഫെയർ പഠിക്കുമ്പോഴത്തേക്കും ഓരോ രചയിതാക്കളും അവരുടെ കൃതികളും അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങളും ഒക്കെ പഠിക്കത്തില്ലേ? അപ്പോ അവരുടെ കുറച്ച് ചരിത്രവും കൂടി 2-3 ഫാക്ട്സ് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ഫാക്ട്സ് കൂടി എക്സ്ട്രാ പഠിച്ചു വെച്ചോളൂ. അങ്ങനെ PSC ചോദിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപകരണങ്ങൾ. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞാൻ നേരത്തെ പറഞ്ഞു. GST നോക്കുക. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ കേരളത്തിലെ നവോത്ഥാന നായകർ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നോക്കാനുള്ള ആൾക്കാരാണ് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വൈകുണ്ഠസ്വാമി, കുമാര ഗുരുദേവൻ. ഇവരെയൊക്കെ സ്പെഷ്യൽ ഫോക്കസ് കൊടുത്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ്. അപ്പൊ പരീക്ഷ അടുത്തോണ്ടിരിക്കുന്നു. അടുത്ത 2-3 സ്റ്റേജുകളുണ്ട്. ഒട്ടും സമയം കളയേണ്ട, വേഗം തന്നെ റിവിഷൻ അടിച്ചോളാം. ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഡിഗ്രി ലെവൽ കോഴ്സിൽ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജിന്റെ റിലേറ്റഡ് ഫാക്ട്സ്. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? പഠിക്കാൻ റെഡി ആയിട്ട് വരിക. മെയിൻസ് ബാച്ചിൽ കാണാം. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരെയും ഒന്ന് അറിയിച്ചു കൊടുക്കുക. ഫ്രണ്ട്സിന് ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ്. എക്സാം വരെ വാലിഡിറ്റി ഉള്ള കോഴ്സ് ആയിരിക്കും ഡിഗ്രി മെയിൻസ് ബാച്ച്. നമ്മൾ മെയ് 18 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. താങ്ക് യു.